ഇന്നത്തെ പത്രവായനയിലെ രണ്ട് ദുഃഖകരമായ വാർത്തകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, തിരുവനന്തപുരത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. രണ്ട്, 9 വയസ്സുകാരനായ സ്കൂൾ വിദ്യാർത്ഥി കാർട്ടൂൺ ചാനൽ റീചാർജ് കൊടുക്കാതിരുന്നതിനാൽ ആത്മഹത്യ ചെയ്തു. രണ്ട് സംഭവങ്ങളും ദുഃഖകരമായ വാർത്തകളാണ്. സുഹൃത്തുക്കൾ നിർബന്ധിച്ച് മദ്യം കുടിപ്പിക്കുകയും ക്ലാസ്സിലെത്തി ശ്രദ്ധിക്കുകയും ചെയ്തത് മൂലം മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് എന്നാണ് വാർത്തയിൽ പറയുന്നത്. വിദ്യാർത്ഥികളുടെ ആത്മഹത്യയെ നമ്മുടെ സമൂഹം ഗൗരവമായി കാണാത്തത് എന്തുകൊണ്ട് എന്ന് തോന്നുന്നില്ലേ? ഇതിന് 2-3 കാരണങ്ങൾ ഉണ്ടാവാം. ഒന്ന്, നമ്മുടെ സമൂഹം ആത്മഹത്യകളെ വ്യക്തിപരമായ വിഷയമായിട്ടാണ് കാണുന്നത്. രണ്ടാമത്, നമ്മുടെ മാധ്യമങ്ങൾ ഇതിന് വലിയ വാർത്താ പ്രാധാന്യം നൽകുന്നില്ല. കാരണം ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ഒരു സാധാരണക്കാരൻ്റെ മകനാണ്. എന്നാൽ ആത്മഹത്യ ചെയ്ത് സമൂഹത്തിലെ ഒരു പ്രധാനിയുടെ മകനായിരുന്നുവെങ്കിൽ ഇത് നമ്മുടെ ടെലിവിഷൻ ചാനലുകളെ അന്തിച്ചർച്ചകളിൽ ഉയർന്നു വരികയും ആത്മഹത്യകളുമായി ബന്ധപ്പെട്ട സർക്കാർ റിപ്പോർട്ടുകൾ കുത്തിപ്പൊക്കി കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. കേരളത്തിലെ യുവജനങ്ങളുടെ ആത്മഹത്യയെക്കുറിച്ച് 2022 കേരള സ്റ്റേറ്റ് യൂത്ത് കമ്മീഷൻ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. നമ്മുടെ എത്ര മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമല്ല, യൂത്ത് കമ്മീഷൻ റിപ്പോർട്ടും ചർച്ച ചെയ്യേണ്ടതും നടപ്പിലാക്കേണ്ടതും അല്ലേ? ബിജിത് കുമാറും കാർത്തിക്കും നമ്മുടെ മക്കൾ തന്നെയാണ്. നാളുകളിൽ മറ്റൊരു ബിജിത് കുമാറും കാർത്തിക്കും ഉണ്ടാകാതിരിക്കുവാൻ നിങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളിൽ ഇത്തരം സംഭവങ്ങൾ കൂടി ചർച്ച ചെയ്യുക.